ഗൈസ്, അപ്പോൾ നമ്മുടെ ഗെയിമിൽ പുതിയതായിട്ട് അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ വന്ന് നിങ്ങൾ എന്തായാലും അറിഞ്ഞിട്ടുണ്ടാവും. ഓക്കെ, നമ്മുടെ അപ്ഡേറ്റ് വന്ന ഏതാ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒരു വിൻറ്റേജ് മോഡൽ അതിലൊരു ട്രക്കും പിന്നെ നമ്മുടെ പുതിയ ബഫല്ലോ ഒക്കെ വന്നിട്ടുണ്ട് ഗൈസ്. ഓക്കെ, ഒരു അനിമലും ഒരു ട്രക്കും കാര്യങ്ങളൊക്കെ ആഡ് ആയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ എന്താ ചെയ്യുമ്പോൾ വെച്ച് കഴിഞ്ഞാൽ ഈ ബഫല്ലോ വെച്ചിട്ട് നമ്മളൊരു ഫാം തുടങ്ങാനുള്ള ഒരു ഉദ്ദേശമാണ് ഗൈസ്. അപ്പോൾ നമ്മൾ എന്തായാലും ഒരു ഫാമും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ പോകുന്നത് നമ്മൾ വെളിയിൽ നിന്ന് ആൾക്കാരെയൊന്നും വിളിക്കുന്നില്ല, നമ്മൾ സ്വയം ഉണ്ടാക്കി ഒരു ഫാം ഉണ്ടാക്കാൻ പോകണം ഗൈസ്. അപ്പോൾ നേരത്തെ തന്നെ നമുക്ക് ആദ്യം തന്നെ ബഫല്ലോൻ്റെ ചീറ്റ് കോഡും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പറഞ്ഞുതരാം. 10 ആണ് ഗൈസ് ബഫല്ലോൻ്റെ ചീറ്റ് കോഡും കാര്യങ്ങളൊക്കെ. ഓക്കെ, ഇതാണ് ഗൈസ് നമ്മുടെ ബഫല്ലോ. ഓക്കെ ഗൈസ്, ഇനി നേരെ നമുക്ക് എന്തായാലും നമ്മുടെ RGS ടൂൾ എടുത്തിട്ട് നേരെ തന്നെ നമുക്ക് V3 എന്ന് അടിച്ച് കഴിഞ്ഞാൽ നമുക്ക് വോളും കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ നമ്മളൊരു 3 വോളും വെച്ചിട്ട് കുറച്ച് ട്രീസൊക്കെ വെച്ചിട്ട് ബഫല്ലോക്ക് ഉള്ളിൽ വെച്ചിട്ട് ഒരു ഫാം തുടങ്ങാനുള്ളൊരു പ്ലാനിലാണ്. ഓക്കെ, അപ്പോൾ നേരെ നമ്മൾ എന്തായാലും ലാഗ് കണ്ട് നേരെ തന്നെ നമുക്ക് വീഡിയോ പോവാം. നേരെ തന്നെ നമ്മൾ എന്തായാലും V3 എന്ന് അടിക്കാൻ പോകണം കേസ്. ചെറിയ ഹാങ് പോലെയൊക്കെ ഉണ്ടല്ലേ, റെഡിയോ. നമുക്ക് എന്തായാലും V3 എന്ന് അടിച്ചിട്ടുണ്ട്. ഓക്കെ, ക്ലിക്ക് കൊടുത്ത് കഴിഞ്ഞാൽ ഒരു വോളും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് എന്തായാലും സൈഡിലേക്ക് നെയ്സിൽ വെക്കാം. ഓക്കെ, ഇനി നമ്മൾ നേരെ തന്നെ സെറ്റായി കുറച്ചും കൂടി നീക്കി വെക്കാട്ടെ ഇതിനെ. ഇത് നീക്കി വെക്കുന്നത് കുറച്ച് പണിയുള്ള പരിപാടിയാണ്. എന്തായാലും നമ്മൾ കറക്റ്റായി വെച്ചിട്ടുണ്ട് ഗൈസ്. ഇപ്പോൾ എങ്ങനെ ഈ നമ്മുടെ ഈ വിൻറ്റേജ് മോഡലുള്ള ട്രക്കും ബഫല്ലോ എങ്ങനെ എടുക്കുക അറിയാത്തവർ നമ്മുടെ ചാനലിൽ വീഡിയോ ഇട്ടിട്ടുണ്ട്, കാണാത്തവർ കാണാം. വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കുക, ഇതെങ്ങനെ എടുക്കാനുള്ള ഡീറ്റെയിലേ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്തായാലും ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ടാകും. നിങ്ങൾ നമ്മുടെ ചാനലിൽ കയറി കഴിഞ്ഞാൽ കാണാൻ പറ്റും. ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്കും കാര്യങ്ങളൊക്കെ കൊടുക്കുക ഗൈസ്. ഓക്കെ, നമ്മൾ എന്തായാലും ഒന്നും കൂടി V3 എന്നൊന്ന് അടിച്ചിട്ടുണ്ട്. ഇനി നേരെ തന്നെ നമ്മൾ ഒന്നും കൂടി വോൾ ഒരു സൈഡിൽ ആക്കി വെക്കുക ഗൈസ്. ഓക്കെ, V3 അടിച്ചിട്ടുണ്ട്. ഇനി നേരെ നമുക്ക് ഇത് അപ്പുറത്തെ സൈഡും വെച്ച് ഫ്രണ്ടിലും വെച്ചിട്ട് ബഫലോനെയൊക്കെ ഉള്ളിൽ നിറച്ച് കഴിഞ്ഞാൽ കുറച്ച് ട്രീ ഒക്കെ വെച്ച് അടിപൊളിയാക്കുക ഗൈസ് നമുക്ക്. എന്നിട്ട് നമ്മളൊരു ഫാം ഉണ്ടാക്കാനുള്ള പ്ലാനാണ്. നിങ്ങൾക്ക് എത്ര പേർക്ക് വിശ്വാസമുണ്ട് നമ്മൾ ഈ ഫാം ഉണ്ടാക്കുന്നത് സക്സസ് ആയി വരും എന്ന്? വിശ്വാസമുള്ളവർ ലൈക്ക് ചെയ്യാം, ഇല്ലാത്തവർ ഒന്ന് കമൻറ്റ് ചെയ്യുക ഗൈസ്, നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ നേരെ തന്നെ നമ്മൾ എന്തായാലും അപ്പുറത്തെ ഒരു വോൾ വെച്ചിട്ടുണ്ട്. ഈ സെൻറ്ററിൽ ഒന്നും കൂടി വെച്ച് കഴിഞ്ഞാൽ പണി കഴിഞ്ഞു കേട്ടോ. ഓക്കെ, അപ്പോൾ നേരെ തന്നെ നമ്മൾ ഈ വോളും കൂടി ഒന്ന് പൊക്കാം. പൊക്കടാ എടാ, ഇതെന്ത് പറ്റി ഗൈസ്? വരുന്നില്ലല്ലോ. ഗൈസ്, നൈസിന് മേലെ കയറിയിട്ടുണ്ട്. നമ്മളിത് ഒരു സൈഡാക്കി വെക്കാട്ടോ. എന്നിട്ട് നേരെ തന്നെ ബഫലോയും കാര്യങ്ങളൊക്കെ സ്പോൺ ചെയ്ത് കഴിഞ്ഞാൽ നേരെ നമുക്ക് ഇതിനുള്ളിൽ ഒരു ഫാം പണി ഗീസ്. നിങ്ങൾ കേട്ട പോലെ നമ്മളൊരു കുത്തബ് മിനാറൊന്നും പണിയില്ല, ഒരു ഫാം ഗീസ്, ബഫല്ലോ ഫാം മാത്രമേ പണിയുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ നേരെ നമുക്ക് എന്തായാലും ഇനി നമ്മുടെ ഈ ബഫല്ലോനെ ഒന്ന് കാണിച്ചു തരാം. എൻ്റെ മോനെ വേറെ ലെവലായിട്ടുണ്ടല്ലോ ബഫല്ലോ. ഇതെന്താടോ ഇൻവിസിബിളായി പോകുന്നത്? നമ്മൾ ചെയ്തൊക്കെ പണിയാവോ? എന്തായാലും ഒരു മോഡലിന് നമ്മൾ എന്തായാലും ട്രക്കും സ്പോൺ ചെയ്തിട്ടുണ്ട്. ഈ ബഫല്ലോ എന്താടാ ഈ വോളിൽ മുട്ടി നിൽക്കാത്തത്? നമ്മൾ ഇത്രയും ചെയ്ത് വേസ്റ്റ് ആവുമോ? നമുക്ക് എന്തായാലും ഒന്നും കൂടി നോക്കാം. ഇതെന്താണ് ഇങ്ങനെ ഇൻവിസിബിളായി പോണ്? ഗൈസ്, നമ്മുടെ പണി പാളിന്നാട്ടാ തോന്നുന്നത്. എത്ര കഷ്ടപ്പെട്ട് ഫാം എന്തൊക്കെ പ്ലാനിട്ടാണ് ഇത് നോക്കി ഇൻവിസിബിളായി പോണത്. നമ്മുടെ ഫാമും കാര്യങ്ങളൊക്കെ ഫ്ലോപ്പ് ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രയുള്ളൂ ഗൈസ്. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്ത് ചാനലൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യും അവസ്ഥ.